കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു മുനമ്പത്തേക്ക് എത്തുകയാണ്. താങ്ക് യു മോദി പരിപാടിയിൽ മുനമ്പത്ത് കിരൺ റിജിജു പങ്കെടുക്കും. അവിടെ മുനമ്പം ജനതയോട് എന്താണ് കിരൺ റിജിജു പറയാൻ പോകുന്നത് എന്നതാണ് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. മുനമ്പത്തുകാർക്ക് നീതി ഉറപ്പാക്കാനാണ് വഖഫ് നിയമ ഭേദഗതി നിയമം നടപ്പാക്കിയത് എന്നതാണ് നേരത്തെ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അതോടൊപ്പം തന്നെ BJP നേതാക്കളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അലി അക്ബർ ഷാ നമുക്കൊപ്പം. അലി അക്ബർ ഷാ, വഖഫ് നിയമ ഭേദഗതി നടപ്പാക്കിയതിനു ശേഷം കിരൺ റിജിജു ഇതാ മുനമ്പത്ത് എത്തിയിരിക്കുകയാണ്. എത്രത്തോളം വലിയൊരു വരവേൽപ്പ് അവിടെ കിട്ടുന്നുണ്ട് കേന്ദ്രമന്ത്രിക്ക്? സുജയ, നിമിഷങ്ങൾക്ക് മുൻപാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇപ്പോൾ മുനമ്പം സമരപ്പന്തലിലേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ മണിക്കൂറുകളായി തന്നെ സമരപ്പന്തലിൽ ആളുകൾ ഉണ്ടായിരുന്നു. അതുപോലെ BJP പ്രവർത്തകരും നേരത്തെ തന്നെ ഈ പരിപാടി നടക്കുന്ന സ്ഥലത്ത് കേന്ദ്രമന്ത്രിയെ കാത്തിരിക്കുകയായിരുന്നു. ബിഷപ്പ് ഹൗസിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കിരൺ റിജിജു ഇപ്പോൾ മുനമ്പത്തേക്ക് എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഈ വഖഫ് ഭേദഗതി ബന്ധപ്പെട്ടുള്ള വലിയ വിശദമായ ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പ്രതീക്ഷിക്കുന്നുണ്ട് മുനമ്പത്തെ ജനത. കാരണം ഏത് രീതിയിലായിരിക്കും നിയമ പോരാട്ടത്തിന്റെ രൂപം, അത് ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അവർ തുടർന്നു വന്ന ഈ നിയമ പോരാട്ടം ഇതേ രീതിയിൽ ഇനിയും തുടരേണ്ടി വരുമോ എന്ന നിലയിലുള്ള നിരവധിയായ ആശങ്കകൾ, ചോദ്യങ്ങൾ മുനമ്പത്തെ സമരജനതയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിനെല്ലാം ഒരു വ്യക്തത ഈ വേദിയിലെ സംസാരത്തിൽ നടത്തും എന്നുള്ള പ്രതീക്ഷ അത് കേൾക്കാൻ തന്നെയാണ് ഒരു വലിയ ജനക്കൂട്ടം ഇവിടെ അദ്ദേഹത്തെ കാത്ത് ഇത്രയും നേരം തടിച്ചുകൂടി നിന്നതും. സ്വാഭാവികമായും അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ചെറിയ രീതിയിലുള്ള കൺഫ്യൂഷനുകൾ സ്വാഭാവികമായും മുനമ്പത്ത് ഈ ഇത്രയും നാളുകളായി 185 ദിവസമായി മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിനെല്ലാം തന്നെ നേരിട്ട് മന്ത്രി പറയുന്ന വാക്കുകളിൽ നിന്നൊരു വ്യക്തത വരുമെന്ന പ്രതീക്ഷയാണ് അവർ നമ്മളോട് സംസാരിക്കുമ്പോഴും പങ്കുവെക്കുന്നത്. അതിനുശേഷം മന്ത്രിയുടെ ഭാഗത്തുനിന്ന് നേരിട്ട് ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത ലഭിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാമെന്നുമാണ് ഇപ്പോൾ മുനമ്പം സമരസമിതി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കിരൺ റിജിജു മുനമ്പം സമരപ്പന്തലിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ വേദിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ സംസാരം ഉണ്ടാകും. അത് കേൾക്കാൻ, അത് ശ്രമിക്കാൻ തന്നെയാണ് ഈ വലിയ ജനക്കൂട്ടം കാത്തിരിക്കുന്നത്. വ്യക്തത വരേണ്ട കാര്യങ്ങൾ ഇതെല്ലാമാണ്. ഈ മുനമ്പം വഖഫ് ഭേദഗതി ബില്ലിന് മുൻപ് ഈ സമരം ഏത് നിലയിലായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ 185 ദിവസമായി നമ്മൾ അത് നിരന്തരമായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഈ ബില്ല് വന്ന ശേഷം ഇതിനൊരു ശാശ്വത പരിഹാരം ഈ പ്രശ്നത്തിന് ഉണ്ടാകുമെന്ന നിലയിലുള്ള പ്രചരണങ്ങൾ വ്യാപകമായി തന്നെ BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ ആ നിലയിലല്ല കാര്യങ്ങൾ എന്നൊരു വ്യക്തതയാണ് കേന്ദ്രമന്ത്രി അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ വരുത്തിയത്. അതുകൊണ്ട് തന്നെ ഈ മുനമ്പം സമരജനതയോട് എന്താകാം അദ്ദേഹം നേരിട്ട് സംസാരിക്കുമ്പോൾ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുക എന്ന കാര്യമാണ് ഏറ്റവും പ്രധാനമായും. താങ്ക് യു മോദി പരിപാടിയിലേക്ക് കേന്ദ്രമന്ത്രി കിരൺ റിജിജു എത്തിയിരിക്കുകയാണ്.